Good morning, ladies and gentlemen. Welcome to your favorite. Ladies and gentlemen, Vivo X100 Ultra. ഇതാണ് ഫോൺ. ഇതതിൻ്റെ കേസ് ഇട്ട ഫോണല്ല, നിങ്ങൾക്ക് അല്ലാതെ ഞാൻ കാണിച്ചു തരാം ഗായ്സ്. ദോണ്ടോ ടൈറ്റേനിയം ഷെയ്ഡിൽ വരുന്ന വിവോ X100 Ultra കണ്ടോ? ഇതിൻ്റെ തിക്നെസ് കണ്ടോ? ഇതിൻ്റെ ക്യാമറയുടെ തിക്നെസ് കണ്ടോ? ഇറ്റ് ഈസ് എ ബീസ്റ്റ് ഓഫ് എ ക്യാമറ. ഇതിനെ അവർ വിളിക്കുന്ന ഒരു ചെല്ലപ്പേരുണ്ട് കേട്ടോ ചൈനയിൽ, താനോസ് എന്ന്. അതെന്തിനാണെന്ന് അറിയണം. എനിക്കാണ് അതിൻ്റെ ഒരു ഘടാഘടിയായിട്ടുള്ള ലുക്ക് കണ്ടിട്ടായിരിക്കും അവർ താനോസ് എന്ന് പേരിട്ടത്. ഈ ഒരു ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ ഇത് നല്ലൊരു ഇതാണ്. ഇതിൻ്റെ ക്യാമറ നല്ലൊരു ഇതാണ് ഗൈസ്. അതാണ് ഇവിടെ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. ഒന്ന്, ഇത് ചൈനയിൽ മാത്രമേ ഇറങ്ങുള്ളൂ. ഇതിന് ഈ ഒരു റിവ്യൂവിനും വലിയ പ്രസക്തിയൊന്നുമില്ല. ബിക്കോസ് ഇത് വേറെ മാർക്കറ്റിലൊന്നുമില്ല. നിങ്ങൾക്കിത് മേടിക്കണമെങ്കിൽ ചൈനയിൽ നിന്ന് മേടിക്കണം. ഇതിൻ്റെ അകത്തിരിക്കണം OS, ഒറിജിൻ OS എന്ന് പറഞ്ഞ സാധനമാണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു സിമ്പിൾ കാര്യം കാണിച്ചു തരാം. യൂഷ്വലി നമ്മൾ ഫേസ് ഐഡിയോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റേ ഇപ്പം നമ്പർ പാഡ് വരുമല്ലോ, ഇത് നോക്കിയാൽ ഇതാണ് എൻ്റെ നമ്പർ പാഡ്. അതായത് ഈ അൺലോക്ക് ചെയ്യാനുള്ള നമ്പർ അടിക്കാനുള്ള ഇത് ബാക്കിയുള്ള ഫോൺ കമ്പനീസിൻ്റെ കണ്ടുകൊണ്ട് ഭയങ്കര രസമാണ്. ഒരു മറ്റൊരു ഒരു ട്രാൻസ്ലൂസൻറ്റ് ഇതൊക്കെ വെച്ചിട്ട് നമ്പറൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടൊക്കെ പറഞ്ഞാൽ ഇത് ആരെ ഫോൺ വിളിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു നമ്പർ പാഡ് വരുന്നത് എനിക്കറിയണ്ട. പക്ഷേ ഇതിലൊരു വേറൊരു ഹൈലൈറ്റ് ഉള്ളത്, ഒരിക്കലും അടുത്ത വർഷം തൊട്ട് എല്ലാ കമ്പനിയും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നൊരു സാധനമാണ് ഈ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. യെസ്, നിങ്ങളിപ്പോൾ കണ്ടതുപോലെ അൾട്രാസോണിക് ആയിട്ടുള്ളതാണ്. ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻ്റ് അല്ല. ഒപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് അടിച്ചിട്ട് നമ്മുടെ വിരലിൻ്റെ ഫിംഗർ പ്രിൻറ്റ് നോക്കിയിട്ട് കാരണമാണ്. അതല്ല. അപ്പോൾ ഈ ഒരു ടെക്നോളജി അടുത്ത വർഷത്തെ ഷവമി, OnePlus തുടങ്ങിയ ഫോണുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് എന്നത് കേട്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നല്ലോ, നമ്മളെ നാട്ടിലെ വിവോ X100 Pro ഒരു ഫോട്ടോഗ്രാഫി എടുക്കാനുള്ള ഫോണാണെന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണം, അതായത് അത് വെച്ച് എങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കണമെന്ന് അറിയണമെങ്കിൽ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് താഴെ ഇടേക്കാം. നമ്മുടെ അജയ് മേനോൻ എന്ന് പറഞ്ഞിട്ട്, പുള്ളിയൊക്കെ വേറെ ലെവൽ ഫോട്ടോഗ്രാഫറാണ്. പണ്ട് തൊട്ടേ ഫോട്ടോഗ്രാഫി തുടങ്ങിയ ആൾക്കാരാണ്. പുള്ളി വിവോരെ ബ്രാൻഡ് അംബാസിഡറാണ്. പുള്ളി ഇത് മറ്റേ X100 ഇത് മറ്റേ ഫോൾഡൊക്കെ വെച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്. കണ്ണ് തള്ളിയായിരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഈ ഫോണിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ല, 200 മെഗാ പിക്സലിൻ്റെ പെരിസ്കോപ്പ് ലെൻസ് എന്നുള്ള സംഭവമാണ്. അതായത് ഒരു 30x വരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൂം പിക്ചേഴ്സ് എടുക്കാൻ പറ്റുമെന്ന്. അതായത് നമ്മൾ സൂമായിട്ട് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം ടെക്സ്ചറും കാര്യങ്ങളും ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. എൻ്റെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആസ് എ യൂസർ ഞാൻ അത്ര 30x-ഉം 50x-ലൊക്കെ സൂം എടുക്കണ ഒരു വ്യക്തിയല്ല. ആകെ എനിക്ക് വേണ്ടത് ഒരു 10 to 15 അല്ലെങ്കിൽ ഒരു മാക്സിമം 20x. അതും നമ്മൾ വല്ല കോൺസേർട്ടിലൊക്കെ പോവുകയാണെങ്കിൽ അമ്മരെ വായിക്കാത്തിരിക്കുക, അമ്മരെ ഒരു ഗിറ്റാറും വെച്ചുകൊണ്ടിരിക്കണൊക്കെ ഫോട്ടോ എടുക്കണം. അത് കട്ടക്ക് ഷോ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷോ ആണെങ്കിൽ ആൾക്കാർ ആ ഫോട്ടോ ആണ് അത് ക്യാമറ വെച്ചാൽ എടുത്തേക്കണമെന്ന് ചോദിക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെ ക്യാമറയിൽ ഒരു സാധനം ഉണ്ട്, ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. സ്റ്റേജ് മോഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 20x 460mm വരെ നമുക്ക് കിട്ടും. ആ ഒരു 20x നമുക്ക് എടുക്കുന്ന പിക്ചർ എന്ന് പറഞ്ഞാൽ ജിൽ എന്നിരിക്കും. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇവന്മാരെ തന്നെ ഹൈ റെസൊല്യൂഷനിൽ കയറി കഴിഞ്ഞാൽ 200 മെഗാ പിക്സലിൽ അൾട്രാ മറ്റേ സൂമിൽ മറ്റേ ഇതെടുക്കുക. ഫുൾ റെസൊല്യൂഷനിൽ ഫോട്ടോ എടുത്തിട്ട് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ അടിച്ച് സെറ്റ് ചെയ്യാം. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസിങ് വരുന്ന ഗിംബൽ ഇതൊക്കെ വരുന്ന ബാക്കിലെ മെയിൻ സെൻസർ, അടിപൊളി ഫോട്ടോസ് എടുക്കുക ആ ഒരു മെയിൻ സെൻസർ വെച്ചിട്ട്. പിന്നെ 50 മെഗാ പിക്സലിൽ അൾട്രാ വൈഡ്, അതിൽ ഓട്ടോ ഫോക്കസ് ഉണ്ട്, OIS ഇല്ല. ഈ പെരിസ്കോപ്പിൽ OIS ഉണ്ട്. അപ്പം നല്ല കുടുക്കം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഈ ചിലവർ ചോദിച്ചാൽ ഈ കുടുക്കം എന്തിനാണ്? കുടുക്കം എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസിങ്ങിൻ്റെ കുടുക്കമാണ്. അപ്പം അതാണ് ഈ സൗണ്ട്. അപ്പോൾ ആ ഒരു സാധനമുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ നമുക്ക് എനിക്ക് 32 മെഗാ പിക്സൽ എന്തോ ആണ്. 4K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്. ബാക്കിലും 4K 8K 30 FPS വരെ പോവാം. 4K 60, 4K 120 FPS വരെ, സ്ലോ മോഷൻ വരെ നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിൽ 4K 120 FPS വരെ പോവാം, 8K 30 FPS വരെ പോവാം. സോ ഡോൾബി വിഷൻ്റെ സപ്പോർട്ടുണ്ട്. സോ എന്ന് പറയേണ്ട സകല സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ എടുത്ത് പറയാനുള്ളത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് ഇതിൻ്റെ അകത്തിരിക്കുന്ന ചിപ്സെറ്റ് ഇരിക്കുന്ന. 16 GB റാം, LPDDR5X റാമാണ് വരുന്നത്. UFS 4.0, 512 GB സ്റ്റോറേജ് ആണ് വരുന്നത്. ആൻഡ് നമുക്ക് മറ്റേ എല്ലാ വെടിയും പുകയും ഇതിൻ്റെ അകത്തുണ്ട്. IP69 ആണ്. മറ്റിങ്ങനെ ഹൈ ഫോഴ്സിൽ വെള്ളം അടിച്ചാൽ പോലും ഒരു കുഴപ്പവും വരില്ല എന്നൊക്കെയാണ് പറയണത്. നല്ല കിട്ടിലും നല്ല ലൗഡായിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കറാണ്. കേൾപ്പിച്ചു തരാം.
No copyright. No copyright music. Jingadangi jingadi. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ എനിക്ക് സോഫ്റ്റ്വെയർ എനിക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ലേ. സോഫ്റ്റ്വെയർ മറ്റേ ഒറിജിൻ വോയിസ് ഫൺ ടച്ച് വോയിസ് ഐ ഫീൽ ബെറ്ററാണ് കുറച്ചും കൂടി. എനിക്ക് ഒരു ഗ്ലോബൽ രീതിയിൽ ഫൺ ടച്ച് വോയിസിലാണ് അവർ ഇറക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇത് ഇഷ്ടം പോലെ ബ്ലോട്ട് വെയർസും ആഡ്സും എന്ന് പറയണ്ട. ചൈനീസ് നമ്മൾ ചൈനയിൽ നിന്ന് ഫോൺ ഇമ്പോർട്ട് ചെയ്താലുള്ളൊരു വലിയ വിഷയം ഇതാണ്. ഇഷ്ടം പോലെ ബ്ലോട്ട് വെയർസും ആഡ്സും. നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് വിൽ ബി സീറോ. സത്യം. എനിക്ക് ഈ ഫോൺ ഞാനിപ്പോൾ ഇതെൻ്റെ ഡെയിലി ഡ്രൈവറായിട്ട് യൂസ് ചെയ്യുന്ന ഫോണാണ്. ഇതിലെടുത്ത ഫോട്ടോസൊക്കെ അടിപൊളിയാണ് കേട്ടോ. അത് പറയാതിരിക്കാം. ഇതിൽ പോർട്രേറ്റ് ഫോട്ടോസാണെങ്കിൽ ഇതൊരു വിൻറ്റേജ് ഒരു മോഡുണ്ട്, കാണിച്ചു തരാം. ഫോട്ടോസിൽ ഫിൽറ്ററിൽ പോർട്രേറ്റ് എടുക്കുന്ന സമയത്ത് വിൻറ്റേജ് എന്ന് പറഞ്ഞൊരു ടോണുണ്ട് കേട്ടോ. മാൻ, അത് വെച്ച് പോർട്രേറ്റ് എടുക്കണം, വേറെ ലെവലാണ്. പിന്നെ ഇതിൽ മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തിട്ടുണ്ട്. പല ടൈപ്പ് ഓഫ് ബൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. പോർട്രേറ്റ് മോഡ് എടുക്കാൻ കിട്ടില്ല ഫോണാണ്. ആൻഡ് വീഡിയോയിൽ തന്നെ ഞാൻ പോലെ സിനിമാറ്റിക് പോർട്രേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. ഒരു എന്താ പറയുക, ഒരു നമുക്ക് 4K 24 30 ഒരു സിനിമാറ്റിക് ഒരു കളർ ടോണൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഔട്ട് കിട്ടും. ഭയങ്കര അങ്ങനത്തെ ഒരു സാധനമാണ്. ഇറ്റ്സ് വെരി നൈസ്. ഇതൊരു ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വളരെ ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമുക്ക് പ്രോ മോഡ് പോലത്തെ ഒരു സാധനം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോട്ടോസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോ മോഡ് പോലത്തെ ഒരു സാധനം വരും. അങ്ങനെയൊക്കെ ഞാൻ ഒരു ഭയങ്കര ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണാണ്. അവർ പറഞ്ഞത് കറക്റ്റാണ്. അതായത് നിങ്ങൾക്ക് ക്യാമറ ആണ് മെയിൻ, പക്ഷേ അതിൽ നിങ്ങൾക്ക് ഫോൺ വിളിക്കാം എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് ബേസിക്കലി ദിസ് ഇസ് പ്യുവർലി ഫോർ ഫോട്ടോഗ്രാഫേഴ്സ്. ആൻഡ് അതല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കത് യൂസ് ചെയ്യാനൊന്നൊരു സുഖം കാണില്ല. അതൊന്നും ഭയങ്കര ഹെവിയാണ്, ഭയങ്കര ഹെഫ്റ്റി ആയിട്ടുള്ള ഒരു ഫോണാണ്. ഈ മറ്റേ വലിയ വട്ടവും ബഹളവും. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ നമുക്കൊക്കെ പറ്റി സ്റ്റാൻഡ് ഔട്ട്, ഒരു ക്രൗഡിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ടായിട്ട് ഇത് ഏത് ഫോണെടുക്കാൻ കൊണ്ട് നടക്കണമെന്ന് നമുക്ക് ഇങ്ങനെ ചോദിപ്പിക്കാനൊക്കെ വേണമെങ്കിൽ ഈ ഫോൺ എടുക്കാം. പിന്നെ സയസിൻ്റെ മറ്റേ കോട്ടിങ് വരുന്നുണ്ട്, മറ്റേ ഇത് ലെൻസ് ഫ്ലെയർ ഒക്കെ കുറയ്ക്കാനായിട്ട്. പിന്നെ എനിക്ക് ബാക്കിൽ ഏറ്റവും വലിയ വിഷയമാണ്, നമ്മൾ വിചാരിക്കും ബാക്കിൽ 4 സെൻസർ സൂക്ഷിച്ച് നോക്കിയാണ്. ഒരു സൈഡിൽ അൾട്ര എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. 4 ഉണ്ടയാണെന്നാണ് വിചാരിക്കുന്നത്, പക്ഷേ ഒരു ഉണ്ടയിൽ അൾട്ര എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ നല്ല ഫ്ലാഷ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് റിവേഴ്സ് വയർലെസ് ചാർജിങ് വരുന്നുണ്ട് 30 വാട്ടിൻ്റെ. അങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും ഉള്ള ഒരു പക്ക ചൈനീസ് ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ദ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് ബിക്കോസ് ഓഫ് ഒറിജിൻ OS. അതല്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള LTPO പാനലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഗംഭീര ഡിസ്പ്ലേ ആണ്. 3000 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നുണ്ട്. അതാകുമ്പോൾ പീക്ക് എന്ന് പറയുമ്പോൾ 1000-1200 HBM ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ അത്രയും വരും. പിന്നെ അതായത് വെളുത്തിറങ്ങിക്കഴിഞ്ഞാൽ സണ്ണിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല വിസിബിളായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിട്ട് തന്നെ നമുക്കിത് കാണാൻ പറ്റും. ആൻഡ് അതൊക്കെ തന്നെയാണ്. പിന്നെ വിവോയിലുള്ള സകല വെടിയും പുകകളൊക്കെ ഇവിടെ ഉണ്ട്. സൈഡിൽ കൂടെ ഇത് വലിച്ചു കഴിഞ്ഞാൽ മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് എനിക്ക് വിവോയെ പറ്റി പറയാനുള്ളത്. വിവോ X100 അൾട്രയെ പറ്റി പറയാനുള്ളത്. ദിസ് ഈസ് പ്യുവർലി ഒരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഫോണാണ്. ഇനി ഇത് എന്തിട്ട് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. എന്തിനാണെങ്കിലും ഈ ഫോൺ ഉടനെ മാറ്റണം ഗൈസ്. ഒരു സുഖമില്ലടേ. അതായത് ഒരു ക്യാമറ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ എവിടെയും ട്രാവലൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഇപ്പോൾ വെളി രാജ്യങ്ങളിൽ ട്രാവലൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു സാധനം നൈസാണ്. ലാൻഡ്സ്കേപ്പ് എടുക്കാനും ആൾക്കാരുടെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്കൊക്കെ അത്യാവശ്യം നൈസാണ്. അതല്ലാതെ ഞാൻ പറയും നമ്മളൊരു ഒരു ഡെയിലി യൂസർ ഉണ്ടല്ലോ, ഒരു സാംസങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും അത് ഒരു OnePlus 12 കിട്ടുന്ന സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസൊന്നും നമുക്കിതിൽ കിട്ടില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ പറയും ഇത് ചൈനയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അവന്മാർ തന്നെ എന്തൊരു ചിപ്പ് ഇതിൽ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. മിക്കവാറും അടുത്ത വർഷത്തെ ഫോണുകളിൽ ഈ ചിപ്പ് വരാൻ സാധ്യതയുണ്ടേ. വിവോ ബ്ലൂ ഇമേജ് ചിപ്പ് V3+ എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. ഇങ്ങനത്തെ ഒരു ചിപ്പ് കാര്യങ്ങളൊക്കെ വരണുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ പരിപാടികളെ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എന്തിനാണെങ്കിലും Android 14 തന്നെയാണ് ഉള്ള ഒരു ഞാൻ പറയില്ല ഭയങ്കര ക്യാമറ അടിപൊളിയാണ്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഞാൻ പറയും ഇൻസ്റ്റാഗ്രാമിൽ ഇടാനൊക്കെ ഇട്ടൊക്കെ നല്ലടേ നമ്മളൊക്കെ ഫോട്ടോ എടുക്കും. എനിക്ക്
ഞാൻ പറഞ്ഞു മടുത്ത കാര്യമാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ എടുക്കാനാണ് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യണം. അല്ലാതെ കല്യാണം എന്ന് ആലോചിക്കണം, ഒരു കല്യാണ വീഡിയോ എടുക്കാനായിട്ടൊരുത്തെ ഇതും കൊണ്ട് നടക്കണം പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അവന്മാർ മറ്റേ ചെരുപ്പൂരി എറിയും. അപ്പോൾ അതാണ് പറഞ്ഞത്, അങ്ങനെയുള്ള ഞാൻ ടേക്ക് ഇറ്റ് ഈസി ഗൈസ്. എനിക്ക് അതാണ് പറയാനുള്ളത്. ഞാൻ കമ്പയർ ചെയ്യുന്നത് ഐഫോണിനെയും സാംസങ്ങിനെയൊക്കെ വെച്ചിട്ടാണ്. അവരൊക്കെയാണ് ഒരു കോമ്പറ്റീഷൻ. അവിടെയും ആൾക്കാർ ബാക്ക്ഗ്രൗണ്ടിൽ HDR വന്നില്ല, ഇതിൻ്റെ HDR വേറെ ലെവലാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ മറ്റത് വന്നില്ല, മറിച്ചത് വന്നില്ല, മങ്ങിയിരിക്കണ്, മറ്റേതിരിക്കണ്, മുടിയിലെ അവിടുത്തെ ഇത് വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആലോചിക്കണം, ഇത് തന്നെ 1 ഇഞ്ച് സെൻസർ അവിടെയും വരെ വന്നിട്ടുള്ളൂ. 1 ഇഞ്ച് സെൻസറേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്ന സാധനത്തിൻ്റെയൊക്കെ സെൻസറിൻ്റെയൊക്കെ സൈസ് കാണണം. അപ്പോൾ നിങ്ങൾ അതാണ് ആലോചിക്കണം. ഇതൊക്കെ മെയിൻലി പ്രോസസ്സിങ്ങിലാണ് കാണുക. അതായത് ഇത് AI പ്രോസസ്സിങ് പരിപാടിയിലാണ് മൊത്തം സാധനം നടക്കുന്നത്. ആ ഏവനാണ് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഇപ്പം മൊബൈൽ ക്യാമറ. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളിത് യൂസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടാനാണ്. ഞാൻ ഇഫ് യു ആർ എ വെരി സീരിയസ് ഫോട്ടോഗ്രാഫർ, ടേക്ക് ബൈ എ ക്യാമറ. നിങ്ങൾ ഇതൊന്നും പോയാതെ നിങ്ങളൊരു പ്രോപ്പർ ക്യാമറ മേടിക്കുക. ഇതെന്ന് പറയുന്ന ഒരു ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തി, അതായത് അവൻ ഒരുപാട് രാജ്യങ്ങൾ കാണുന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്ത്യ ട്രാവൽ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സാധനങ്ങൾ, എന്തെങ്കിലും രസകരമായിട്ടുള്ള സാധനങ്ങൾ ഒരു DSLRൻ്റെ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് പ്രോസസ്സിങ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇങ്ങനത്തെ സാധനങ്ങൾ. അതായത് ഇത് 14 Ultra, Xiaomi 14 Ultra തുടങ്ങിയ ഫോണുകൾ. സോ പ്ലീസ് ടേക്ക് ഇറ്റ് ഈസി ഗൈസ്. ഞാൻ പറയും, ഈ ട്വിറ്ററിൽ അടിവിടുന്ന ഓർമ്മയായിട്ടാണ് ഞാൻ പറയണത്. അത് കണ്ടില്ല, അങ്ങ് ദൂരെയുള്ളവൻ്റെ ഇത് കുണ്ടിയുടെ ഇത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓരോരുത്തന്മാർ കംപ്ലൈൻറ്റ് പറയണ കാണാം. മറ്റവിടുത്തെ ഹൈലൈറ്റ് പോരാ, ഇത് ഒരു ഫോട്ടോ ബ്ലോൺ ഔട്ട് ആവരുത്, അത്രേ എനിക്കുള്ളൂ. അതായത് നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ മറ്റേ വെളിച്ച് നമ്മളൊരുമാതിരി ഇരുണ്ട് ഇങ്ങനെയൊന്നും വരരുത്. ഇതാണ് ഞാൻ നോക്കണ കാറ്റഗറി. നമ്മുടെ ഫേസ് ലിറ്റപ്പ് ആയിരിക്കണം. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കാണിക്കാൻ എന്താണ് ഉദ്ദേശിച്ചത് അത് പക്കയായിട്ട് വരണം. ബ്ലോൺ ഔട്ട് ആവരുത് ഒരിക്കലും. മനസ്സിലായില്ലേ? ഹൈലൈറ്റ്സ് ഒക്കെ അങ്ങനെ കയറി കോൺട്രാക്ട്സ് ഒന്നും ഒരു ഇരുണ്ട് അങ്ങനെ വരരുത്. എല്ലാം ഒരു അത്യാവശ്യം ബാലൻസ് ആയി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഹാപ്പിയാണ്. അതാണ് ഞാൻ നോക്കണം ഒരു ഫോട്ടോഗ്രാഫിയിൽ, ഒരു ക്യാമറ ടെസ്റ്റിൽ ഞാൻ നോക്കുന്നത് അതാണ്. പക്ഷേ ഹൈ നോളേജ് ഉള്ളവർ പലതും നോക്കും, അത് അവരിഷ്ടം. പക്ഷെ അങ്ങനെ ഒരു ഫോൺ ക്യാമറ അങ്ങനെ വന്നിരുന്ന് വിലയിരുത്താനും വലിച്ചു അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഭയങ്കര എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് എൻ്റെ ഒരു ചോദ്യം. എനിവേസ്, ദിസ് ഇസ് ഒരു അടിപൊളി ക്യാമറ സെൻട്രിക് ഫോൺ, യെറ്റ് അനദർ ക്യാമറ സെൻട്രിക് ഫോൺ ഫ്രം എ ചൈനീസ് ബ്രാൻഡ് വിവോ. മറ്റേത് ഷവമി ആണെങ്കിൽ ഇത് വിവോ. നമ്മുടെ നാട്ടിൽ ഈ സാധനം കിട്ടില്ല. ഇതിന് പകരം അങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ ഷവമി 14 Ultra. അതും ഞാൻ പറഞ്ഞ പോലെ അതും ഒരു ക്യാമറ ഫോണാണ്. അതല്ലാതെ ഒരു ഭയങ്കര നമുക്കൊരു ഓവറോൾ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഓവറോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടില്ല ഒരു ഫോൺ യൂസ് ചെയ്യുന്നതിന്. അത് നമ്മൾ S24 Ultraയോ S23 Ultraയോ ഐഫോണോ OnePlus ഒക്കെ മേടിക്കുക, അല്ലെങ്കിൽ ഷവമി 14 അല്ലെങ്കിൽ iQOO 12. ഇതൊക്കെയാണ് ഒരു നോർമൽ നമുക്കൊക്കെ നമ്മൾ അത്യാവശ്യം നമ്മൾ സാറ്റിസ്ഫൈഡ്. ഇതെന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര ബൾക്കിയാണ്, നമ്മൾ പോക്കറ്റിൽ വെക്കുമ്പം മറ്റേ ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പാൻറ്റ് ഊരിപ്പോവും, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുള്ള ഒത്തിരി ഹെവി ആയിട്ടുള്ള ഫോണുകളാണ്. ഇത് പ്യുവർലി ഒരു വളരെ നീഷായിട്ടുള്ളൊരു ഫോണാണ്. അതായത് വളരെ കുറച്ച് ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ട് ഇറക്കുന്ന ഫോണാണ്. അത്രേ എനിക്കിവിടെ പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ഗൈസ്. അപ്പം കുറച്ച് വീഡിയോസും സാധനമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾ കാണിച്ചു തരാം. ബൈ ബൈ. .com .com